എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നിങ്ങൾ എല്ലാവരെയും ഇപ്പോൾ നിൽക്കുന്ന ഇത്രയും വലിയ ജനങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. കാരണം ഇന്നത്തെ ഈ സെഷൻ നമ്മൾ ഒൺലി ഫോർ മെമ്പേഴ്സിന് മാത്രമേ നൽകിയിട്ടുള്ളൂ, പബ്ലിക്കിനില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങൾ യൂട്യൂബിലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇവിടെ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത്തരം ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മാത്രം ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക, ആ ചാൻസ് ഒഴിവാക്കാതിരിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പോകാം. എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇന്നത്തെ ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുത്താൽ നിങ്ങൾക്ക് അത് അടിക്കും. അപ്പോ എടുക്കണം എന്നുള്ളത് കണ്ടീഷനാണ്, അത് മറക്കരുത്. എടുക്കാതെ അടിക്കുമെന്ന് കാത്തിരിക്കരുത്. കുമാർ സാറൊക്കെ ലെറ്റർ എടുക്കാതെയൊക്കെ കാത്തിരിക്കാറുണ്ട്, അതുകൊണ്ട് നടക്കില്ല, എടുക്കണം. അപ്പോ അതിനുള്ള ഒരു കിടിലം പരിപാടിയാണ് പറയുന്നത്. കേൾക്കുക, ശ്രദ്ധിക്കുക. രണ്ടാമത് ഇതെങ്ങനെ ചോദ്യമായി വന്നാൽ ഞാൻ ഒരെണ്ണം പറഞ്ഞു തരില്ല. കാരണം ഞാൻ ഇപ്പൊ വരുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, നിങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നു പോലും യാതൊരു ബോധമില്ലാത്ത അവസ്ഥയാവരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. റിപ്പീറ്റേഷൻ ഇല്ല ഇതിന്. കാരണം എന്താണെന്നറിയോ, ഇതിൽ വരുന്നത് ഈ സാധനമായതുകൊണ്ട് അതിന് ഒരിക്കലും റിപ്പീറ്റേഷൻ ഇല്ലല്ലോ. ഈ സാധനത്തിലുണ്ടോ? അതുകൊണ്ട് ഇത് അത്യാവശ്യമുള്ളവർ കൃത്യമായി കേൾക്കുക, എന്നിട്ട് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യേണ്ട ഭാഗം നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ കേട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തോളൂ. അതിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയി പറയില്ല എന്നാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മള് ഇന്നലെ കിടിലം ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നു. അതിന്റെ മെഡിറ്റേഷൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു, നാളെ രാത്രി. ആണ് ചിലർ പറഞ്ഞ് 10 മണിക്ക് പറ്റില്ല, 10 മണിക്ക് ഉറക്കം വരുന്നുണ്ട്. കുഴപ്പമില്ല, ഉറങ്ങിക്കോ. 10 മണിക്ക് ഉറക്കം വരുന്നവർ ഉറങ്ങി. സന്തോഷം. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. 10 മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് സന്തോഷമുള്ള. നന്നായിട്ട് ഉറങ്ങിക്കോളൂ. അത് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം. റെക്കോർഡിംഗ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് 8 മണിക്ക് ചെയ്യാം, 7 മണിക്ക് ചെയ്യാം, 6 മണിക്ക് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്ത് മണിക്ക് അത് 10 മണിക്ക് വെക്കുന്ന പറഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ക്ലാസ്സും കഴിഞ്ഞിട്ട് എനിക്ക് 10 മണിയാകുമ്പോഴേക്കും ആവുള്ളൂ. അത് നിങ്ങളുടെ അവിടുത്തെ 10 മണിയാകുമ്പോഴേക്കും ആവുള്ളൂ. നമുക്ക് ഇവിടെ 8:30 മണിയാവുള്ളൂ. അതുകൊണ്ടാണ് 10 മണിക്ക് വെക്കുന്നത്, അല്ല 10 മണിക്ക് ആവണമെന്നല്ല. എന്നിപ്പോ ദുബായിക്ക് അത് കഴിഞ്ഞിട്ട് ദുബായ് മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർക്ക് പ്രത്യേകം ക്ലാസ് തുടങ്ങാൻ പോവാണ് അടുത്ത മാസം മുതൽ. അപ്പൊ അവരുടെ ഇവിടുത്തെ 10 മണിയായിരിക്കും, നിങ്ങളുടെ 11:30 മണിയായിരിക്കും. അപ്പൊ അതിനുശേഷം ആ ക്ലാസ്സിൽ നിങ്ങളാരും പങ്കെടുക്കണ്ട, ഇവിടുത്തെ ഉള്ളവർക്ക് മാത്രം പങ്കെടുക്കാൻ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സമയത്തിൽ 1.5 മണിക്കൂർ വ്യത്യാസമുള്ളതാണ് നിങ്ങൾക്ക് 10 മണിയാണ്. അപ്പൊ അല്ലെങ്കിൽ നേരത്തെ ആകാമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് എല്ലാവരും 10 മണിയാണ്. നാളെ വേറെ ക്ലാസ്സുകൾ ഇല്ലല്ലോ. നേരെ ക്ലാസ് വേണമെങ്കിൽ 10 മണിക്കുള്ള 9:30 മണിക്കൊക്കെ ആക്കാം, കുഴപ്പമൊന്നുമില്ല. നാളത്തെ മെഡിറ്റേഷൻ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വരിക. അരമണിക്കൂറേ ഉള്ളൂ നമുക്ക്. അതായത് 68 മിനിറ്റ് സെക്കൻഡ്സിന്റെ ഒരു 5 മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അത്രയും സമയമുള്ളൂ. പിന്നെ അതിൽ മ്യൂസിക് ഇല്ല, കാര്യമില്ല, ഒന്നുമില്ല. നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ അല്ല. തികച്ചും ഫോക്കസ് മെഡിറ്റേഷൻ ആണ്. ശ്രദ്ധ അവിടെ കൊണ്ടുവരാൻ പറ്റുന്നവൻ വിജയിക്കും. അല്ലെങ്കിൽ അവിടെ കയറി ഇരുന്നിട്ട് നാളെ ബാങ്കിൽ അടക്കേണ്ടതിനെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഓർത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രക്ഷയില്ല. ചിന്തകൾ മാറാതിരിക്കേണ്ട സാധനമാണ്. ഫോക്കസ് ആണ് 17 സെക്കൻഡ്സ് മെഡിറ്റേഷന്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം വരിക. നാളത്തെ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. കാരണം എല്ലാവരും കൊണ്ട് അത് സാധിക്കും. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയൊരു എമൗണ്ട് അതിലാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോ നമുക്ക് നിങ്ങൾ ചെയ്യാത്തവർ ഇന്ന് ചെയ്തോളൂ. നാളെ 9 മണിക്ക് ശേഷം ഒരെണ്ണം വന്നാൽ റിജക്ട് ചെയ്യും. ഒരെണ്ണം പോലും എടുക്കൂല. കാരണം അവസാന നിമിഷത്തെ ഒരു പരിപാടി നിങ്ങൾക്ക് ആ പ്രസീതനും രാധികനും വട്ടം കറക്കുന്ന പരിപാടി. അതുകൊണ്ട് അത് ഇപ്രാവശ്യം ശ്രമിക്കരുത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്, അവസാന നിമിഷം കയറിയിട്ട് ചെയ്യരുത്. നേരത്തെ ചെയ്തു വെക്കുക. കാരണം അവസാന നിമിഷം ചെയ്താണ്ടോ, ഞാൻ ഒറ്റ കാര്യം പറയാം. അവസാന നിമിഷം നിങ്ങൾ ഗഡിപിടി എന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം മനസ്സ് ശാന്തമാക്കാൻ പറ്റില്ല. ഇതെനിക്ക് കിട്ടുമോ, അയ്യോ എന്നെ ചേർക്കുമോ, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒക്കെ കൺഫ്യൂഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ആ കിട്ടുന്ന സമയത്ത് ഒരു ഫോക്കസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, അങ്ങനെ ചെയ്തവർ ആർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല.
ഒരാൾക്ക് നിങ്ങൾ ആരെങ്കിലും പറയാം സാറേ ഞാൻ അവസാന നിമിഷം ഓടിച്ചാടി വന്നിട്ടാണ് ചെയ്തത്, എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി നാളെ നിർത്തി തരാം. കിട്ടില്ല. കാരണം ഇത് സ്വസ്ഥമായ മനസ്സിൽ മാത്രമേ നടക്കുള്ളൂ. വളരെ സമാധാനത്തിൽ സ്വസ്ഥമായി ഇരുന്ന് കൃത്യമായി ഡാറ്റയൊക്കെ ഓണം ചെക്ക് ചെയ്ത് ഒക്കെ ഇരുന്നാൽ ഇത് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. എല്ലാ മെഡിറ്റേഷനും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് അത് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മെഡിറ്റേഷൻ റിസൾട്ട് കിട്ടുന്നവരെല്ലാവരും സ്വസ്ഥമാണ്. ഇന്നിപ്പോ ഞാൻ ഗ്രൂപ്പിൽ ഒരാളുടെ പറയുന്നത് കേട്ടു, മല്ലിക ഇറ്റ്സ് ടോട്ടലി ക്യാൻസൽ. 10 മണി പ്രശ്നമല്ല, പ്രശ്നം നിങ്ങൾക്ക് മാത്രമാണ്. 10 മണിക്ക് ഒരു പ്രശ്നവും ഇല്ല. 10 മണി സ്വസ്ഥമാണ്, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിൽ മാറ്റിയാൽ മതി. 10 മണിയാണോ പ്രശ്നം, എന്നിലാണോ പ്രശ്നം കേട്ടോ. ഓക്കെ, എന്ത് വേണമെന്ന് ഒന്നുകൂടി യൂട്യൂബിൽ പോയിട്ട് വീഡിയോ കണ്ടുള്ളൂ. ഇന്നലത്തെ ക്ലാസ് കണ്ടാൽ മതിയല്ലോ, എന്ത് വേണമെന്ന് പറയും. അപ്പോൾ ഇന്ന് നേരത്തെ ക്ലാസ്സിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ഒരാൾ പറയുന്നത് കേട്ടു, ഒന്നും കിട്ടിയില്ല. പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം. എന്നിട്ട് എന്നോട് പറയേണ്ടവര് സാറൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കിത് കിട്ടാനായിട്ട്. എന്നാ പിന്നെന്ത്, നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളെല്ലാവരും പേയ്മെന്റ് എടുക്കുക, ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നിട്ട് എന്താ പിടിച്ചോ എന്നും പറയാം. എന്നാ പിന്നെ പരിപാടി എളുപ്പമില്ലേ? ഈസി അല്ലേ ഈ പരിപാടി ലോകത്ത്, അല്ലേ? സാറ് എനിക്കൊന്നും കിട്ടിയില്ല, സാറ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന്. പ്രാർത്ഥിക്കുന്നുണ്ടാണല്ലോ നിങ്ങൾ ക്ലാസ്സിൽ കയറ്റുന്നത്. ചെയ്തു തരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കോമൺ ആയിട്ട് ചിന്തിച്ചു നോക്കൂ. എന്ത് മാറ്റം ഉണ്ടാവുന്നത് നമ്മുടെ തലക്കകത്താണ്, നമ്മളുടെ ചിന്തയിലാണ്, നമ്മുടെ വികാരത്തിലാണ് എന്ന് പല ക്ലാസ്സിൽ പറഞ്ഞാണ്. ഈ വികാരം നമ്മൾ ഉണ്ടാക്കിയാൽ നടക്കും. അപ്പൊ ഇന്ന് പറയുന്നതും അതുപോലെ ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പ്രാക്ടീസ് കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ വരും, കോടികൾ വരും. കോടികൾ തന്നെ വരട്ടെ കേട്ടോ, ലക്ഷങ്ങളല്ല കോടികൾ തന്നെ വരട്ടെ, ഒട്ടും കുറക്കണ്ട, അത്രയും വരട്ടെ എന്ന് മാത്രമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹാപ്പി ന്യൂസ് ആർക്കെങ്കിലും ഇന്നലെ ഞാൻ ചെയ്താണ്ട് അർജന്റ് ആയിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലാത്ത ഹാപ്പി ന്യൂസ് ആയിട്ട് എന്തെങ്കിലും സർപ്രൈസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിൽ പോകാം. അങ്ങനെ ആരുമില്ലല്ലോ? സർപ്രൈസ് എന്ന് സംഭവിച്ചവരാരെങ്കിലും ഉണ്ട്? 2-3 എനിക്ക് വോയിസ് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ സന്തോഷം പറയേണ്ടത് ഇന്ദിര അൺമ്യൂട്ട് ചെയ്തോ, പെട്ടെന്ന് പറഞ്ഞു ഇന്ദിര. ഞാൻ കേട്ടില്ല നേരത്തെ, അതുകൊണ്ടാണ്. ഇന്ദിര അൺമ്യൂട്ട് ചെയ്തോ. സാറേ, ആ ഇന്ദിര മലപ്പുറം. സാറേ, എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്, നല്ല സന്തോഷാണ്. എനിക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, ശരീരം മൊത്തത്തിൽ ഒരു ഷോൾഡർ പെയിൻ നല്ലോണം ഉണ്ടായിരുന്നു. ഒരു 10 വർഷമായിട്ട് ഞാൻ വീണതായിരുന്നു. വീണിട്ട് 10 വർഷമായിട്ട് എന്റെ ഷോൾഡർ പെയിൻ ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ആ ഷോൾഡർ പെയിൻ മാറി സാറേ. എനിക്ക് ഈ ഒരു ഇത് കാരണം എനിക്ക് നല്ലോണം ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്തൊക്കെയോ എനിക്കൊരു തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, അത് മാറി. ഈ കൈവേദന ഉണ്ടായിരുന്നു, അത് മാറി. ഞാൻ കരയാറായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്റെ കണ്ണിന്ന് വെള്ളം വരുമായിരുന്നു. ഈ എല്ലിന്റെ ഇടയിൽ കൂടെ ഇറച്ചി ഇങ്ങനെ ഉരഞ്ഞ് വേദന ഉണ്ടാവില്ലേ, അതുപോലെ ഒരു വേദനയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സത്യമായിട്ടും പറയാ സാറേ, സാറിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽക്കേ പൈസ എനിക്കില്ലാത്തതുള്ളൂ, പൈസ വരാത്തതുള്ളൂ. അത് ഇനി പോകെ വരും എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ലോട്ടറിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പോകെ എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട് കിട്ടും എന്നുള്ളത്. എനിക്ക് ഈ ഒരു കാര്യം, ഇതെല്ലാം എന്റെ ഭയങ്കര അനുഭവമാണ് സാറേ. എന്റെ തലവേദന മാറി, എന്റെ കൈവേദന മാറി, എനിക്ക് നല്ല ഉറക്കം കിട്ടി. ഉറക്കം കിട്ടാതെ ഇരുന്നാന്ന് ഞാൻ സാറിനോട് പറഞ്ഞതായിരുന്നു. 25 വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഈ മരുന്ന് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഒരു തലവേദനയ്ക്ക് വരെ ഇപ്പൊ എനിക്ക് സാറിനെ കണ്ട മുതൽക്ക് ഒരു മരുന്ന് കഴിക്കേണ്ട ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് നല്ല ഇതുണ്ട്. ഞാൻ എത്ര കൈപ്പൂക്കിയാലും ദൈവത്തിന് നന്ദി. മരുന്നില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ പറഞ്ഞത്. ഏറെ സന്തോഷം. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇത് വിട്ടുകൊടുക്കരുത്. ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ജീവിതത്തിൽ സന്തോഷം എപ്പോഴും ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു വെരി മച്ച്. നന്നായി. എപ്പോഴും അത്യാവശ്യം പൈസയും കൂടി വന്ന് സമാധാനത്തിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോട്ടെ കേട്ടോ. താങ്ക് യു. സന്തോഷം. ഓക്കെ, ഇനി ആരൊന്നുമില്ലല്ലോ? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ടർവേഴ്സ് ഇല്ലെങ്കിൽ ക്ലാസ്സിൽ. ഓക്കെ, ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട 2 കാര്യം പറയാനുണ്ട്. ഒന്ന്,
കൊച്ചി പ്രോഗ്രാം മറന്നു പോകണ്ട. ഞാൻ കൂടുതലൊന്നും ആരെയും ആക്കിയില്ല. എത്ര പേര് വരുന്നു എന്ന് കൺഫർമേഷൻ അനുസരിച്ച് ആണ് ബാക്കി പ്ലാനുകൾ ആക്കുന്നത്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രസീത. കൊച്ചി വരുന്നവർ മാത്രമേ ഇത് ജോയിൻ ചെയ്യാവൂ. അല്ലാതെ അതായത് ജൂൺ 1 ആണ് കൊച്ചി പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വരുന്നവർ മാത്രം അതിനകത്ത് ലിങ്ക് ചെയ്താൽ മതി. അത്രയും ആൾക്കാരുണ്ട്. ഹോട്ടലുമായി സെറ്റ് ആയതിനു ശേഷം മാത്രമേ കൺഫർമേഷൻ. അപ്പൊ 2-3 ദിവസം കൊണ്ട് തീരുമാനം എടുക്കും. ഇപ്രാവശ്യത്തെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുക, കുറച്ച് സംസാരിക്കുക, കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. മണിയും കല്ലുവിനെ പറ്റിയിട്ടാണ് കൃത്യമായ, മണിയല്ല, ജീവിത വിജയത്തിന്റെ രഹസ്യം, അതിന്റെ കുറച്ച് കാര്യങ്ങളും കല്ലുമാണ്. ഒരു മെഡിറ്റേഷൻ, അത് സൂപ്പറായിട്ട് 2 മെഡിറ്റേഷനും ആണ് തരാൻ പോകുന്ന ലൈവായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പ് ഇപ്രാവശ്യം ലെവലെല്ലാം സൗണ്ട് സിസ്റ്റം ഒക്കെ വളരെ കിടിലമാക്കി മാറ്റിയിട്ട് മെഡിറ്റേഷനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കേൾക്കാനും നേരിട്ട് ഇരുന്ന് കേൾക്കാനുമാണ് ഞാൻ വരുന്നത്. ക്ലാസ്സുകൾ അത്രയും ഇതുവരെ സംഭവിച്ചപ്പോൾ അപ്പൊ അത് കൂടുതൽ ആൾക്കാരെ എടുക്കില്ല. ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. കാരണം അത്രയും ആൾക്കാരുടെ എണ്ണവും പിന്നെ ഓരോ ആളുടെ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ വെക്കുള്ളൂ. അപ്പൊ 15-ാം തീയതി ഇന്നാണ്. 17-18-ാം തീയതിക്കുള്ളിൽ കൺഫേം ആവും. എന്നിട്ട് മാത്രമേ എനിക്ക് ആ കല്ല് നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ച് വരുത്താൻ പറ്റുള്ളൂ. കല്ല് വരുത്തിയെടുക്കണം. എന്നിട്ട് അതിനെ ഞാൻ ഹീൽ ചെയ്തെടുക്കണം. സമയമുണ്ട്, നല്ല വർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തിൽ അവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം, അവിടെ വന്ന് കയറി വരാം എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം മുൻകൂട്ടി നിങ്ങൾക്ക് ടോക്കൺ അടക്കം തന്നതിന് ശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് കുറെ ആൾക്കാർ ലാസ്റ്റ് നിമിഷം വന്നു, അവസാനം സീറ്റില്ലാതെ ഒരവസ്ഥ വന്നു. അതൊന്നും പ്രാവശ്യം ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് വരുന്നവർ ആ ഗ്രൂപ്പിൽ പ്രസീത ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തോളൂ. വേണ്ടവർക്ക് അതിൽ കയറാം. വീണ്ടും പറയുന്നു, വരുന്നവർ മാത്രമേ കയറാം. മറ്റൊരു കാരണവശാൽ കിട്ടിയ ലിങ്കാണ് എന്തോ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളും കയറരുത്. അവിടെ ഒന്നുമില്ല, ഒരു സാരമില്ല. കാരണം ഏത് ലിങ്ക് കിട്ടിയാലും എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കയറില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വളരെ ഇതായിട്ട് പറയാണ്, വരാൻ പറ്റുന്നവർ മാത്രം വരിക. കാരണം ഇനി പ്രോഗ്രാം ഒരു 3-4 മാസം മഴയാണ്. അതുകൊണ്ട് മഴ കഴിയുന്നവരൊന്നും ഉണ്ടാവില്ല. 3-4 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്രാവശ്യം അത് ഇങ്ങനെ പെൻഡിങ് വെച്ചത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ നിന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാം വെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും ഇനിയുള്ള തീരുമാനം. എനിക്ക് അത്രയും ആൾക്കാരും വരുന്നുണ്ട് എന്നും ഇതാണെങ്കിൽ സംഭവം കൃത്യമായി പറയും. ഫീസ് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഫീസ് 5,000-ഉം 6,000-ന്റെ ഇടയിലായിരിക്കും. ഹോട്ടലിലെ ആൾക്കാരനുസരിച്ച്, ഹോട്ടലിന്റെ ഫെസിലിറ്റി അനുസരിച്ച് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. എന്നാലും 5-നും മുകളിലും 6-നും അതിൽ കൂടുതൽ നമ്മൾ വാങ്ങിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ സത്യം. ബാക്കിയുള്ള അതിൽ കൂടുതൽ പേയ്മെന്റുകൾ ആവശ്യം വന്നാൽ നമുക്ക് വലിയ ഫൈനാൻഷ്യൽ ലാഭമൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ ആ പ്രോഗ്രാം അങ്ങനെ നിങ്ങൾ ഇടയ്ക്ക് കാണണം, നമ്മൾ ഇതാവണം എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ടാണ് നടക്കുന്നത്. താല്പര്യമുള്ളവർ ചേഞ്ച് ചെയ്തോളാം. ഓക്കെ, ശരി. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇന്ന് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന്റെ 2ാമത്തെ ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്. ഇനിയെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇന്നലെയും പറഞ്ഞിരുന്നു, പിന്നെ തോന്നരുത്, കുറ്റബോധം തോന്നരുത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൽ ഇനി ആൾക്കാരെ എടുക്കില്ല. 2-3 ദിവസം കൊണ്ട് ക്ലാസ് തുടങ്ങും. ഇന്ന് ഡിസ്കഷൻ ക്ലാസ് ആണ് നടക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആരൊക്കെ ടൈപ്പ് ആൾക്കാരോട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഡിസ്കഷൻ ക്ലാസ് ഇത് കഴിഞ്ഞ ഉടനെ ഉണ്ടാവും. ഇത്രയും കൂടെ ഉള്ളൂ. വേറെ എന്താണ് ഈ പറയാനുള്ളത്? നാളത്തെ മെഡിറ്റേഷൻ വീണ്ടും ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഈ നാളത്തെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് എന്നും ചെയ്യാമെന്ന്, എവറി ഡേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിച്ചു തരുന്നുള്ളത്. ഒരു ദിവസവും മാറണ്ട, എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. അതിന്റെ കൂടെ ഇപ്പോൾ ഈ പറയുന്ന സാധനം കൂടി ആഡ് ചെയ്താൽ 17 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പണം വരുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറ്റാം. അതുകൊണ്ട് എല്ലാ ദിവസവും പോയി ലോട്ടറി എടുക്കണം എന്നല്ല പറഞ്ഞത്, പണം പല രീതിയിൽ വരാം. ഇന്നത്തെ ഈ ടെക്നിക്കും കൂടി ആഡ് ചെയ്തിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് തന്നെ തീരുമാനിച്ചു വെച്ചത്. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ മറന്നുപോയിട്ടില്ലല്ലോ? നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഉണ്ട് പ്രസീദ്, എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടോ പറയാനായിട്ട്? ഓക്കെ, ശരി. അപ്പോൾ ക്ലാസ് റെഡി ആണല്ലോ? ലോട്ടറി അടിപ്പിക്കാനായിട്ട് തയ്യാറാണല്ലോ? തയ്യാറായവരെല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. ലോട്ടറി എടുക്കാനും ലോട്ടറി അടിക്കാനും തയ്യാറായവർ മാത്രം ടൈപ്പ് ചെയ്യുക. അല്ലാത്തവർ സൈലന്റ് ആയിട്ട് ഇടുന്നോളൂ. പങ്കെടുക്കുന്ന 170 ആൾക്കാരിൽ എത്ര പേർക്ക് ലോട്ടറി അടിക്കണം? ഞാൻ എന്തായാലും ഇല്ല, കാരണം ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാറില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു, പക്ഷെ അടിച്ചില്ല.
അബുദാബി ഡ്യൂട്ടി ഫ്രീ 5 ടിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി എടുത്താൽ, നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാമിന് അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എടുത്താൽ, തൃശ്ശൂർ പ്രോഗ്രാമിന് വേണ്ടി എടുത്താൽ. ഞാൻ എടുത്തില്ല, എനിക്ക് അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞിട്ട്. എടുക്കേണ്ടത് ആഗ്രഹമൊന്നുമില്ല, എന്നിട്ടല്ല, ആഗ്രഹമല്ല, വേറൊന്നും കൊണ്ടല്ല, അതങ്ങനെ ഒരു ഓരോരാളുടെ സ്വഭാവമല്ല, അതുകൊണ്ട്. ഓക്കെ, ഇത് കേട്ടിരിക്കുന്ന എന്റെ മിസ്സസ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, ധൈര്യപൂർവ്വം എടുത്തോളൂ ടിക്കറ്റ്. ടോം ഡോട്ട്സി എന്തായാലും ആശാലക്ഷ്മി എടുത്തു വന്ന്, AK സാറിനും എടുത്തു, എല്ലാവരും എടുത്തു. ഓക്കെ, വേണ്ടവരെല്ലാരും. അപ്പോ ഓക്കെ, 1-2 കാര്യങ്ങൾ ചോദിച്ചു പോവാം. കാരണം നിങ്ങൾ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത? എന്താണ് ഇതിന്റെ പ്രധാന അവസ്ഥ? എങ്ങനെയാണ് അയാൾക്ക് അത് അടിക്കുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭാഗ്യമാണ് അല്ലെ? ജീവിതത്തിൽ ഭാഗ്യം വരുന്ന വഴിയല്ലേ ലോട്ടറി എന്ന് പറയുന്നത്. ലക്ക്, ഭാഗ്യം വരുന്നതാണ് ലോട്ടറി. അങ്ങനെയെങ്കിലും ഒരു ചാലഞ്ച് ചോദിക്കട്ടെ, ഭാഗ്യം വന്നു കഴിഞ്ഞാൽ അത് നിൽക്കണ്ടേ? ഭാഗ്യം വെറുതെ വന്നാൽ മതിയോ? എപ്പോഴും നിൽക്കണ്ടേ നമുക്ക്? അതല്ലേ ഭാഗ്യം എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം വരുന്നതാണോ ഭാഗ്യം? എന്നും നിലനിൽക്കുന്നതാണോ ഭാഗ്യം? നമുക്ക് വേണ്ട ഭാഗ്യം എന്താ? ഒറ്റ പ്രാവശ്യം വരുന്ന ഭാഗ്യം വേണോ? എന്നും നിലനിൽക്കുന്ന ഭാഗ്യം വേണോ? എന്നും നിലനിൽക്കുന്ന ഭാഗ്യം വേണം. എന്തെങ്കിലും ഒരു സാധനം നിങ്ങളിൽ എന്നും നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് വേണം? എന്നും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ഇത് ഞാൻ ടോട്ടലി പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്, മറ്റൊന്നുമല്ല. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് മുഴുവൻ പറഞ്ഞു വരുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു, അല്ലെ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. യെസ്. അപ്പോൾ നിങ്ങൾ ഭാഗ്യം വന്നു, അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തായി തീരണം? നിങ്ങൾ എന്നും എന്താളായി തീരണം? പറഞ്ഞു നോക്കി, എന്താളായി തീരണം? യെസ്, നിങ്ങൾ എന്നും ഭാഗ്യം എന്ന് പറയുന്നത് ഗുഡ് എനർജി അല്ലേ? നല്ല എനർജി അല്ലേ? പോസിറ്റീവ് എനർജി അല്ലേ ഭാഗ്യം എന്ന് പറയുന്നത്? അതല്ലേ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാനായി എന്ന് നിലനിൽക്കണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ആളായിട്ട് എന്നും നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. ലോട്ടറി അടിച്ചു എങ്കിൽ നിങ്ങൾക്ക് നാളെ എടുക്കുന്ന ലോട്ടറി മറ്റന്നാൾ അടിച്ചു എന്ന് വിശ്വസിച്ചോളൂ. 4-5 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുമോ? അതായത് ലോട്ടറി അടിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, ആ പോസിറ്റീവ്നെസ് 4-5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? വേണ്ട. ഞാൻ മറ്റൊരു ഉദാഹരണം ചോദിക്കാം. നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു, ഭയങ്കര സന്തോഷമാണ്, ബോധമൊന്നും പോയില്ല, സുഖമായിട്ട് ബോധം പോവാതെ തന്നെ നിങ്ങൾ നിന്നു. എന്റെ ഇന്നസെന്റ് പറഞ്ഞ പോലെ അടിച്ചടാന്ന് പറഞ്ഞ് വീഴാതെ കണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം നിന്നു എന്ന് കരുതിക്കോ. അടിച്ചു 1 കോടി, വിശ്വസിച്ചു, സത്യമായിട്ട് നിങ്ങൾക്ക് 1 കോടി അടിച്ചു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഇത് നിങ്ങൾ മനസ്സിലാക്കണേ. ഞാൻ ലോട്ടറിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം പറയാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. എന്നിട്ട് ലോട്ടറി എടുക്കുന്നതിലേക്ക് പോകാം. നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയണേ. 1 കോടി അടിച്ചു എങ്കിൽ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ എന്താ ആലോചിക്കാന്നറിയോ? എന്റെ മകന് കൊടുക്കണം, എന്റെ ഭർത്താവിന് കൊടുക്കണം, കടം മുഴുവൻ കൊടുത്ത് തീർക്കണം, പിന്നെ എന്നെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ മുമ്പിൽ എന്താണ് ഒന്ന് വിലസണം, അല്ലെ? ചാഞ്ഞ് കാണിക്കണം. ഇതല്ലേ ആദ്യം ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് ഇതേ ചിന്തിക്കുള്ളൂ. എനിക്ക് ഒന്ന് അവരെ മുമ്പിൽ വിലസി, ഇത്ര കാലം എന്നെ അവര് ചവിട്ടി തേച്ച് മുഴുവൻ കാണിക്കണം. എന്ത് ആറ്റിറ്റ്യൂഡാണിത്? ഇതെങ്ങോട്ടാ കൊണ്ടുപോവുക? ലോട്ടറി അടിച്ച സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഹൈ എനർജി, നിങ്ങളെ പോസിറ്റീവായി ഹൈ എനർജി ഉണ്ടായിട്ട്
നിൽക്കുന്ന നിങ്ങൾ എങ്ങോട്ട് പോകും? പിന്നെ പക, കുറ്റബോധം, ദേഷ്യം, അല്ലേ? പിന്നെന്താണ്? അപകർഷതാബോധം. ഇതൊക്കെ കടന്നു വരില്ലേ? എനിക്ക് അവനോട് ജയിക്കണം. കാശ് ഇങ്ങനെ എന്നിട്ട് പറയണ്ടേ, കാശ് ഇങ്ങനെ അവരെ മുമ്പിൽ ഇങ്ങനെ വിതറണം, എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കും. നമ്മൾ പറയും. ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത പറയുന്നതല്ല, നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യമാണ്. വലിയ വീടുണ്ടാക്കണം, എന്നിട്ട് വലിയ വീടുണ്ടാക്കണം, ഒരു കാറ് വാങ്ങിക്കണം. ആദ്യം ചോദിച്ചാൽ ലോട്ടറി അടിച്ച്, ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചിട്ടെ, നിങ്ങൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ കുറെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, ലളിതമായിരിക്കും നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ചു 1 കോടി ലോട്ടറി അടിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവൻ പറയും ഒരു നല്ല വീടുണ്ടാക്കണം, പിന്നെ അടുത്തത് നല്ലൊരു കാറ് വാങ്ങിക്കണം, പിന്നെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണം മേടിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറച്ച് നല്ല ആൾക്കാർ. മറ്റാൾക്കാർ ഒരു ടൂറ് പോകാനുണ്ട്, ഒന്ന് കറങ്ങ, ഇല്ലേ? ഇങ്ങനെയാണ് മനുഷ്യനുണ്ടാവുക. നോക്കൂ, ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് പോസിറ്റീവ് എനർജിയാണ്. ഭാഗ്യം ഉണ്ടാവുന്നത് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോഴാണ്. ഇത് 2 തരത്തിൽ വരുത്താം. നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കടാക്ഷം പോലെ നമ്മളിലേക്ക് വന്നു പോകും. 2 തരത്തിൽ നമുക്ക് ഭാഗ്യം ഉണ്ടാവും, അല്ലെ? എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് വരികയും ചെയ്യും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ഏത്? ദൈവത്തിന്റെയാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. കാരണം ഇത് നിർത്താനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളിലേക്ക് വരുന്ന എനർജിയെ സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഇവിടെ ഇല്ലെങ്കിൽ വരും, അത് ഒരു മിന്നൽ വന്ന പോലെയാ. ഒരു മിന്നൽ വന്നു, ഹൈ എനർജി വന്നു, തിരിച്ചു പോയി, അങ്ങനെ പോയി, എർത്തായി പോയി. അതേ അവസ്ഥ നമ്മളിലുമുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലോ ഈ വന്നത് ഇവിടെ സ്റ്റോർ ചെയ്ത് നിർത്തും. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവേണ്ട പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറാവണം. അതാവുന്നതിനും എടുക്കുക, എങ്കിൽ മാത്രമേ ലോട്ടറി അടിച്ച കാശ് കൊണ്ട് നിങ്ങൾക്ക് ഗുണകരമായി മാറ്റാൻ പറ്റുള്ളൂ. കാരണം അന്നേരം നെഗറ്റീവ് ചിന്തകളും പ്രതികാരവും അപകർഷതാബോധവും കുറ്റബോധവും ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് നിലനിൽക്കില്ല. കാരണം ഏറ്റവും ലോ ഫ്രീക്വൻസിയാണ് ആ സാധനം, അതെല്ലാം അതുപോലെ ഒഴുകിപ്പോകും. കാരണം വലിയ മണി വരുമ്പോൾ അതിന്റെ അർത്ഥം അതിന് വലിയ ഫ്രീക്വൻസിയാണുള്ളത്, ഹൈ ഫ്രീക്വൻസിയാണുള്ളത്. പക്ഷെ നമ്മൾ നേരെ പോകുന്ന ലോ ഫ്രീക്വൻസി. അപ്പോൾ ഈ പണം സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരും, പക്ഷെ അതേപോലെ അത് ഒഴുകിപ്പോകും. ഇതൊന്ന് ഓർത്തു വെക്കാം. മണിയുടെ കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞത്. ഇത് ശ്രദ്ധിച്ചു നിൽക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ഭാഗ്യത്തെ വരുത്തുക? ഭാഗ്യം നമ്മളിലേക്ക് എത്താനുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭാഗ്യം വരുത്താനായിട്ട് നമുക്ക്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയി നിൽക്കണമെങ്കിൽ, നമുക്ക് ആ ഭാഗ്യം എന്ന് നിലനിൽക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന്റെ പേര് മലയാളത്തിൽ 2 വാക്കുകളാണ്. ഒരേ വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു വാക്കാണ്. അത് എന്നും ഉണ്ടായിരിക്കണം. എന്നും ഉണ്ടായിരിക്കണം. ആരോടാ? എല്ലാത്തിനോടും. ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റുമോ? ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ പറ്റുമോ? പറ്റണം. ഹൈ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നയാളുടെ ഫ്രീക്വൻസി ആക്സെപ്റ്റൻസ് മൂഡ് എത്രയാണ്? ഫ്രീക്വൻസി ആക്സെപ്റ്റൻസ് മൂഡിന്റെ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസിന്റെ പുസ്തകത്തിൽ 55-ാമത്തെ പേജ് എടുക്കുക, ഇത് നോക്കണം. 55-ാമത്തെ പേജിൽ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ എനർജി സ്പെക്ട്രത്തെ പറ്റി കൃത്യമായി പറയുന്നു. എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നന്ദി, എല്ലാത്തിനോടും സ്നേഹം, എല്ലാത്തിനോടും അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് 500-ാമത്തെ ഫ്രീക്വൻസിയാണ്. അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുക, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുക 350-ാമത്തെ ഫ്രീക്വൻസിയാണ്. 500-ാമത്തെ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളിൽ 1 കോടി രൂപ ലോട്ടറി അടിച്ചു, എനിക്ക് സ്നേഹമുണ്ട്. ഒരാളെ കണ്ടു എന്നാ പിടിച്ച 1000, എന്നാ പിടിച്ച 2000, എന്നാ പിടിച്ച 5000. ഇതാണോ സ്നേഹം? അതായിരിക്കും സ്നേഹം. സാറ് പറഞ്ഞു ലോട്ടറി അടിച്ച എല്ലാവരും സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ലോട്ടറി അടിച്ച കാശ് എടുത്തിട്ട് വഴിയിലേക്ക് ഇറങ്ങി, എനിക്ക് എല്ലാവരും സ്നേഹമാണ്. എന്നാ പിടിച്ചു 1000, എന്നാ പിടിച്ച 2000, എന്നാ പിടിച്ച 5000, അല്ലെങ്കിൽ എന്നാ പിടിച്ച 10000, 1,00,000 കൊടുത്താൽ എന്താകും അവസാനം സംഭവിക്കുക? പിന്നെ അവസാനം നമ്മൾ ഒരു ഇതും എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനമല്ല, അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്.
അപ്പോൾ അൺകണ്ടീഷൻ ആയിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഭാഗ്യത്തിൽ നിലനിൽക്കും. ഈ ഭാഗ്യത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ നമ്മളിൽ കിട്ടിയ ലോട്ടറി കിട്ടുന്നതിനേക്കാളും വിഷയമാണ് ഈ കിട്ടിയ പൈസ നിലനിർത്തുക കേട്ടോ. കിട്ടുന്നതിന്റെ അല്ല വലിയ വിഷയം, കിട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ സാധനം നിർത്തുക. അപ്പോൾ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞതൊന്നും എഫക്റ്റ് ആവാതെ പോകും. നമ്മൾ ഈഗോ കാണിക്കില്ല, നമ്മൾ വളരെ ശ്രദ്ധാപൂർവമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. ഒന്നും ചിരിച്ചുകൊണ്ട് പറയാം, ആ പൈസ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ ആരും ഒന്നും പറയില്ല. നമ്മൾ ഈഗോ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും വേണ്ട അഹങ്കാരി എന്ന് പറയും. അവനെന്താക്കി തന്നിട്ട് പോകുന്നത്? ഒരു നെഗറ്റിവിറ്റി കൂടി അതിൽ ആഡ് ചെയ്തിട്ട് പോകും അല്ലെ. അഹങ്കാരി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലേ, ആൾക്കാർ നമ്മൾ പറയാം. ഇതൊന്ന് സ്നേഹിക്കുക. അപ്പൊ പണത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ, എല്ലാത്തിനെയും സ്നേഹിക്കുമ്പോൾ പണവുമായിട്ടുള്ള ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ലളിതമായിട്ട് പറഞ്ഞാണ് ഞാൻ നിങ്ങൾക്കല്ല, കംപ്ലീറ്റ് ആൾക്കാർക്ക് മനസ്സിലാക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം സിമ്പിൾ ആയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത്രയും കൃത്യമായി പറയാം. ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭാഗ്യം എന്നാണ് അർത്ഥം. ഭാഗ്യം നമുക്ക് രണ്ട് തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് ദൈവം അല്ലെങ്കിൽ എന്തോ പ്രപഞ്ചശക്തി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തരുന്ന ഒരു എനർജി, അതാണ് ഭാഗ്യം. അത് നിലനിൽക്കണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ശരീരത്തിന് എവിടെയാണോ എനർജി എന്ന് പറയുന്നത് ഈ സാധനത്തിന് വേണം. ഇല്ലെങ്കിൽ വന്ന വഴിയെ ആ സാധനം പോകും. അപ്പോൾ ഭാഗ്യം വരും, ഭാഗ്യം പോകും. ഇത് വേണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ച സത്യത്തെ വിശ്വസിക്കുക, ഒറ്റയടിക്ക് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇരിക്കുക, ഭാഗ്യം വരുമെന്ന് കാത്തിരിക്കുക, അത് ലഭിക്കും. നിങ്ങൾക്ക് കിട്ടേണ്ട കിട്ടും, അത് വഴി പോകും. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് വരുത്താൻ പറ്റും നമ്മുടെ ഭാഗ്യത്തെ. അത് ഇപ്രകാരമാണ്, എന്ത് ഭാഗ്യമാണോ നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ആവശ്യമായ എനർജിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക. എന്റെ എനർജി ഞാൻ ഉയർത്തുന്നു, അൺകണ്ടീഷണൽ ആയിട്ട് ഉയർത്തുന്നു, എല്ലാത്തിനോടും അൺകണ്ടീഷണൽ എനർജിയിൽ ഉയർത്തുന്നു എങ്കിൽ നമ്മൾ ഉയർത്തി നിൽക്കുമ്പോൾ തത്തുല്യമായ എനർജിയെ പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ വലിച്ചെടുക്കും, അട്രാക്ട് ചെയ്തെടുക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു. അപ്പൊ ഞാനൊരു ലോട്ടറി അടിക്കുന്ന ആളായി തീരുമെന്ന് ചിന്തിക്കുന്നവൻ എന്ത് സംഭവിക്കും? അവൻ ലോട്ടറി എടുത്താൽ ഓട്ടോമാറ്റിക് അവൻ ലോട്ടറി അടിക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഭാഗ്യം എന്നും നിലനിൽക്കും. കാരണം നിങ്ങൾ അതായി തീർന്നിരിക്കുന്നു. പിന്നെ അവിടെ മാറ്റൂല. ഇനി ലോട്ടറി അടിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ലോട്ടറി അടിച്ചട്ടോ, അത്രയേ ഉള്ളൂ. അയ്യോ എനിക്ക് ലോട്ടറി അടിച്ച എന്നൊന്നും പറയില്ല. ലോട്ടറി അടിച്ച അത് കോമൺ. കാരണം ഞാൻ അതാണ്. എൻ്റെ അടുത്ത് ഇനിയിപ്പോ മറ്റൊന്നും പറഞ്ഞിട്ട് വലിയ എഫക്റ്റ് ആവില്ല. ഞാൻ ഓൾറെഡി അതായി തീർന്നിരിക്കുന്നു. അപ്പോൾ എവിടെയും വിഷയമില്ല. ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ആരോടും പറയും പേപ്പറിലൊന്നും കൊടുക്കണ്ട കേട്ടോ, അതിങ്ങോട്ട് പോരട്ടെ. എന്തിനാ? പേപ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ 10,000 ആൾക്കാർ വരും. പേപ്പറിലൊന്നും കൊടുക്കണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി പണക്കാരനാണ്. പിന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ എന്താണ്, അടിച്ചില്ലെന്നാൽ വളരെ കൂളായിട്ട് നിങ്ങൾ ആ ലോട്ടറി അടിച്ചു. അതിന്റെ പൈസ വളരെ വയസ്സായിട്ട് ഉപയോഗിച്ച് നിങ്ങൾ ഭാഗ്യം നിലനിർത്തും. കാരണം നിങ്ങൾക്ക് വയസ്സായിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ വീട് വെക്കാനോ കോടിക്കണക്കിന് രൂപയുടെ വണ്ടി മേടിക്കാനോ പോവില്ല. കാരണം നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് വണ്ടി മേടിക്കേണ്ടതാണോ എന്റെ ആവശ്യം, അല്ല എനിക്ക് ആവശ്യത്തിനൊരു വണ്ടിയാണോ, അല്ലെങ്കിൽ വീട് 21 ഇന്നലെ ഒരാൾ പറയുന്നത് 21 മുറിയുള്ള വീട് ഉണ്ടാക്കലാണോ എന്റെ ആവശ്യം, ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന നല്ല റൂം ഉണ്ടാക്കലാണോ ആവശ്യം. നമ്മൾ മനസ്സിലാക്കും. നമ്മൾ വളരെ വയസ്സായിട്ട് ജീവിക്കാൻ തുടങ്ങും. ഇതൊന്ന് ശ്രദ്ധിക്കാൻ സുഹൃത്തുക്കളെ, ലോട്ടറി എടുക്കുന്നവരെല്ലാവരും ഇത് ശ്രദ്ധിച്ചിട്ട് ലോട്ടറി എടുക്കും. ഇനി നമുക്ക് ലോട്ടറി എടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോവുക. ഇനി ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നു 100% ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൽ മറ്റൊരു മെത്തേഡ്സും ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് സാധ്യമാകും. പക്ഷേ വീണ്ടും പറയുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഇമോഷൻ എന്താണോ അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതും നിങ്ങളുടെ ഇമോഷനുമായി കണക്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളും അതിന്റെ വികാരത്തിനും അനുസരിച്ചുള്ള വൈബ്രേഷനുകൾ നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് മാത്രമല്ല, നിങ്ങൾ അതായിത്തീരണം. ഒന്നുകൂടി പറയണം, അതായിത്തീരണം. എങ്കിൽ ലോട്ടറി എടുക്കുന്നത് എങ്ങനെ എന്ന് പറയാം. നിങ്ങൾ ഇതൊക്കെ തയ്യാറാണെങ്കിൽ നാളെ ഒരു ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എഴുതി വെച്ചോളൂ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ്
നിങ്ങൾ ഏത് ലോട്ടറി ആണോ എടുക്കുന്നത്, എത്ര പ്രൈസിന്റെ ലോട്ടറി ആണോ എടുക്കുന്നത്, ആ ലോട്ടറി നമ്പർ റാൻഡം സെലക്ട് ചെയ്യാനോ, ഇതെടുത്താൽ കിട്ടുമോ, ഇതെടുത്താൽ കിട്ടുമോ, അല്ല അതാണോ നല്ലത്, ഈ നമ്പർ ആണോ നല്ലത്, അല്ലെങ്കിൽ ആ നമ്പർ ആണോ നല്ലത് എന്ന ചോദ്യമേ പാടില്ല. കാരണം നിങ്ങൾ ഓൾറെഡി അതായി കഴിഞ്ഞു. ഇനി ആ സാധനം നിങ്ങളിലേക്ക് വന്നാൽ മതി. നിങ്ങൾ ഏതെടുത്താലും നമ്പർ ആണോ അടിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളാണോ ഉണ്ടാക്കുന്നത്, ആ ലോട്ടറിയിൽ എടുത്ത നമ്പറിന്റെ ലെക്കാണോ അല്ല നിങ്ങളുടെ ലെക്കാണോ അവിടെ പരീക്ഷിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ലക്കി നമ്പർ നോക്കിയിട്ട് എടുക്കും. നിങ്ങൾക്ക് നോക്കിയാൽ മതി എത്ര ലോട്ടറികൾ ലക്കി നമ്പറിൽ അടിച്ചിട്ടുണ്ട്. നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ പരീക്ഷിക്കുന്നത്, അല്ലാതെ ആ നമ്പറിന്റെ ഭാഗ്യമല്ലല്ലോ. നമ്മൾ നമ്പർ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ആരുടെ ഭാഗ്യമാണ് നോക്കുന്നത്? നമ്പറിന്റെ ഭാഗ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ലല്ലോ, ആ നമ്പർ അടിച്ചു വരുന്നതല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗ്യം നിങ്ങളുടെ ലെക്കാണോ അത്? ആ നമ്പറിന്റെ ലെക്കല്ലേ. അപ്പൊ നമ്മുടെ ലെക്കാണ് നമ്മൾ പരീക്ഷിക്കുന്നതെങ്കിൽ കണ്ണു അടച്ച് നിങ്ങൾക്ക് ഏതാണോ തോന്നിയത്, ഈ നമ്പർ, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സാധനം അറിയാമല്ലോ, നമ്മുടെ മനസ്സിനകത്ത് നിന്ന് എടാ ഇതെടുക്കണം എന്ന് പറയും. അത് ഒറ്റയടിക്കങ്ങ് എടുത്തോളുക, വേറെ ഒരു ചിന്തയും വേണ്ട. അതാണ് നിങ്ങളുടെ സത്യം. നിങ്ങൾക്ക് എടുക്കാനുണ്ടോ, അത് തന്നെ അടിക്കും, യാതൊരു സംശയമില്ല. അത് എടുക്കുക, 1, 2, 3 എത്രയാന്ന് വെച്ചാൽ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? എടുക്കുമ്പോ എന്താണ് നിങ്ങൾ ചെയ്യുക? സ്ഥിരമായി ചെയ്യുന്ന എന്താണ്? അടിക്കോ എന്തോ, ഇത്തവണ എനിക്കാണോ എന്തോ, അല്ലേ? കിട്ടിയാ നല്ല രസമായിരുന്നു. പിന്നെ ഡയലോഗ് പറയും, ഭയങ്കര സൂപ്പറായിട്ടൊരു ഡയലോഗ് പറയും, ലോട്ടറി അടിച്ചാ നല്ലതായിരുന്നു. ഏതാ ലോട്ടറി എടുത്തിട്ട് പറയാണ് അടിച്ചാ നല്ലതായിരുന്നു. എന്നാ പിന്നെ എന്തിനാണ് നിങ്ങൾ എടുത്തത്? അടിച്ചാ നല്ലതാണെങ്കിൽ പിന്നെ എടുക്കാതിരുന്നൂടെ? എത്ര പേർക്ക് പറയാൻ പറ്റും ഈ ലോട്ടറി എനിക്ക് അടിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന എത്ര പേരുണ്ട്? ബോധപൂർവമല്ല, നമ്മുടെ ഓട്ടോ സജഷനിൽ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന. ഓട്ടോ സജഷനായിട്ട് ഇത് വരണം. ഈ ലോട്ടറി എനിക്കാണ്, കഴിഞ്ഞോട്ടേക്ക്, എന്തപ്പോ കുഴപ്പം എന്ന് പറഞ്ഞ് അതങ്ങ് എടുക്കുക. എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? സാധാരണ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം പറയാം. സാധാരണ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ പോക്കറ്റിൽ ഇങ്ങനെ ഒരു തിരികും, അല്ലെങ്കിൽ ബാഗിനകത്ത് കുത്തിയിടും. പിന്നെ എപ്പോഴാണ് ഇത് എടുക്കാന്നറിയോ? റിസൾട്ട് വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ സാധനം അപ്പൊ തപ്പും ബാഗിലൊക്കെ, എവിടെയോ വെച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ പോക്കറ്റിൽ, എടീ ഞാൻ ഇന്നലെ ഇട്ട ഷർട്ടിലേ ഉണ്ടായത്, ആ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ വരും. യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു ചെക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അങ്ങനെ ബാഗിൽ എവിടെയെങ്കിലും തിരുവി കയറ്റുമോ ഇല്ലേ? കോടിക്കണക്കിന് രൂപയുടെ, അല്ലെങ്കിൽ ഇപ്പൊ ലോട്ടറി എടുക്കും 10 കോടി 12 കോടിയൊക്കെ അല്ലേ ഉണ്ട്. ആ 12 കോടി ഒരു ചെക്ക് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് യൂണിവേഴ്സ്. ആ ചെക്കിന് നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുത്തി കിട്ടുമോ? അല്ല സുരക്ഷിതമായിട്ട് വെക്കുമോ? എത്ര പേരുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ചെക്കിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? ചെക്കല്ലേ അത്, നാളെ പോയാൽ മാറി എടുക്കേണ്ട സാധനല്ലേ? ഇതേപോലെ ഇതുവരെ ചെയ്തപ്പോ സംഭവിച്ചു. വളരെ സൂക്ഷ്മതയോടുകൂടി, നല്ല ഫോൾഡ് പോലും ചെയ്യാതെ സൂക്ഷിച്ചു വെക്കുക. വീട്ടിൽ വന്നതിന് ശേഷം പറ്റുമെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു എൻവലപ്പിൽ ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒരു എൻവലപ്പിൽ കൃത്യമായി വെക്കുക. എന്നിട്ട് എവിടെ വെക്കണം? നിങ്ങളുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള, ഏറ്റവും നിങ്ങൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആ വീട്ടിൽ ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലം എവിടെയാണ് നിങ്ങളുടെ വീട്ടിൽ? ആ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതെവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പൂജാമുറി ആവാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമാവാം. എന്താണോ നിങ്ങൾ ഏറ്റവും പൂജാക്കാരുടെ അവിടെ കൊണ്ടുപോയി വെക്കുക. അല്ലെങ്കിൽ പൈസയുടെ കൂടി ഏറ്റവും പ്രശിഷ്ടായി നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സാധനത്തെ കൊണ്ടുപോയി വെക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഇത് ചെയ്തതിന് ശേഷം അടുത്ത ടെക്നിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാത്രി സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം എൻവലപ്പിലോ അല്ലെങ്കിൽ മറ്റു കവറിലോ ഇട്ടുവെച്ച, അല്ലെങ്കിൽ വൃത്തിയായി ഇട്ടുവെച്ച ലോട്ടറി ടിക്കറ്റിനെ കയ്യിലെടുക്കുക. എടുത്തതിന് ശേഷം, എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപയുടെ ചെക്ക് എന്റെ കയ്യിലുണ്ട് എന്ന കൃത്യമായ ഫീലിങ്ങോടുകൂടി എടുക്കുക. എടുത്തതിന് ശേഷം ഒരു തരത്തിലുള്ള സെൽഫ് ഡൗട്ടോ ഒരു തരത്തിലുള്ള സംശയമോ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അത് എടുത്തതിന് ശേഷം
എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. ഇരുന്ന് കൊണ്ട് നമ്മൾ 11 തവണ ബ്രീത്തിങ് എടുക്കുക. ശ്വാസോച്ഛ്വാസം വളരെ സ്വസ്ഥമായിട്ട് ഈ സാധനം കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ കാം ഡൗൺ ചെയ്യാനായിട്ടാണ്. 11 തവണ കാം ഡൗൺ ചെയ്യാനുള്ള പ്യുവർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബ്രീത്തിങ് മെഡിറ്റേഷൻ നടക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ അഡ്വാൻസ് വേർഷൻ തുടങ്ങിയിട്ടുണ്ട്. സൈലൻസ് മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ പുതിയ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളെയും വിട്ട് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു 11 തവണ വളരെ സ്ലോ ആയിട്ട് വളരെ സാവകാശമുള്ള ബ്രീത്തിങ് എടുക്കാം. അതിനുശേഷം നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ അഫർമേഷൻ പുസ്തകത്തിൽ 5 അഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ വളരെ എന്താ പറയാ, നിങ്ങൾ ശ്രദ്ധിക്കില്ലെങ്കിൽ പേജ് എടുത്തോളൂ, പറഞ്ഞുതരാം. പുസ്തകം ഉള്ളവരെടുത്തോളൂ. 11 അഫർമേഷൻ മലയാളത്തിൽ ധനത്തിന്റെ അഫർമേഷൻസിൽ 5 അഫർമേഷൻസ്. അത് മുമ്പേ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ 5 അഫർമേഷൻസ് പറയണം. ഞാനിപ്പോ പറഞ്ഞു തരാം. പേജ് നമ്പർ 63 നമ്പറിൽ 5 അഫർമേഷൻസ് ഉണ്ട്. ഇത് എഴുതി വെച്ചോളുക ഇപ്പൊ തന്നെ. ഈ 5 അഫർമേഷൻസ് നിങ്ങൾ 21 തവണ റിപ്പീറ്റഡ് ആയി പറയണം അവിടെ ഇരുന്നിട്ട്. 5 അഫർമേഷൻസ് 21 തവണ. ഒരു എഴുതുകയോ പറയുക, എഴുതുന്നതിനേക്കാൾ പറയുന്നതാണ് ഏറ്റവും ഉചിതം. 63 പേജിൽ 1ാമത്തെ അഫർമേഷൻ, ഞാൻ സമ്പന്നതയുടെ ആവാഹമാണ്. അല്ലെങ്കിൽ ഞാൻ സമ്പന്നതയുടെ ഉറവിടമാണ് എന്ന് പറയും. ഞാൻ സമ്പന്നതയുടെ ഉറവിടമാണ്. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെയും സ്നേഹിക്കുന്നു. ഇത് ഇവിടുന്ന് എഴുതാൻ പറ്റാത്തവർ ആ പുസ്തകം നോക്കി എടുത്താൽ മതി. 63 പേജിലുള്ളതാണ്. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെയും സ്നേഹിക്കുന്നു. എന്റെ ചിന്തകൾ ധനസമ്പന്നമായ ഭാവി സൃഷ്ടിക്കുന്നു. എന്റെ ചിന്തകൾ ധനസമ്പന്നമായ ഭാവി സൃഷ്ടിക്കുന്നു. ഇത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മാത്രമേ എഴുതാവൂ. നിങ്ങൾ ഈ പറയുന്ന വാക്കിൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ്. ഞാൻ ധനത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമാണ്. അനന്തമായ സമ്പത്ത് എനിക്ക് ലഭ്യമാണ്. ഇത് എഴുതി കഴിഞ്ഞ ഉടനെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം. ഈ സാധനത്തെ നോക്കിയിട്ട് ഒരു സ്വിച്ച് വേർഡും ഒരു ഇതും ഞാൻ കാണിക്കാം. ആ സ്വിച്ച് വേർഡും ഈ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടേയിരിക്കണം 20 മിനിറ്റ് 21 മിനിറ്റ് നേരം. നിങ്ങളുടെ മൊബൈലിൽ അത് ഓണാക്കി വെച്ചിട്ട് 21 മിനിറ്റും ആ സ്വിച്ച് വേർഡ് പറയുക. അവിടെ തന്നെ കണ്ണ് അടക്കാതെ നിർത്തുക. ഫോണില് ഫുള്ള് സ്ക്രീനാക്കി വെക്കുക. എന്നിട്ട് അതിന് തന്നെ നോക്കിയിട്ട് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്വിച്ച് വേർഡ്, അത് പറയുക. അതിന് മുമ്പ് ഈ അഫർമേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള നന്ദി വാക്കുകൾ എന്തൊക്കെയുണ്ട്, എന്തിനോടൊക്കെ നിങ്ങൾ നന്ദി പറയും. ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനോടൊക്കെയാണ് നന്ദി പറയുന്നത്, അത് മുഴുവൻ അവിടെ ഇരുന്ന് പറയുക. ആരോടൊക്കെ നന്ദി പറയുന്നു, എന്തിനോടൊക്കെ നന്ദി പറയുന്നു. ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥ അപ്പോഴവിടെ പറയുക. കിട്ടിയതിന് നന്ദി എന്നല്ല പറയുന്നത്, കിട്ടിക്കഴിഞ്ഞു ഇനി എന്തിനാണ് നന്ദി. ഞാൻ സമ്പന്നനായതിന് നന്ദി, എനിക്ക് ഇങ്ങനെ ഇന്ന കാര്യം ചെയ്യാൻ സാധിച്ചതിന് നന്ദി, എനിക്ക് നൽകിയ സ്നേഹത്തിനും അല്ലെങ്കിൽ എന്റെ ആരോഗ്യത്തിനും മണി കിട്ടിയ പിന്നെ ആരോഗ്യമൊക്കെ നന്നാവുമല്ലോ അല്ലെ, നന്നാവുമല്ലോ. അപ്പൊ ഇതെല്ലാം നന്നായതിന് നന്ദി എന്നുള്ള നന്ദി എത്ര പറയാൻ പറ്റുമോ അത്രയും പറയുക. അതിനുശേഷം നിങ്ങൾ ഞാൻ ഇതിനകത്ത് തന്നിരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കിയിട്ട്
ഒരു ഇതുണ്ട്, നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ട്. ആ സ്വിച്ച് വേർഡും പറഞ്ഞുകൊണ്ട് 21 മിനിറ്റ് നേരം സ്വസ്ഥമായിട്ടിരിക്കും. വേറെ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ കോടികൾ കിട്ടുന്നുണ്ട്, പിന്നെ വലിയ തിരക്കില്ലല്ലോ വീട്ടിലല്ലേ, പണികളൊന്നും ഒഴിവാക്കാമല്ലോ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് കോടികളല്ലേ കയ്യിൽ വരുന്നത്. അതുകൊണ്ട് വീട്ടിലെ പണികളൊക്കെ തൽക്കാലം ഒഴിവാക്കി വെക്കാം. അതുകൊണ്ട് 21 മിനിറ്റ് നേരം കണ്ടിന്യൂസ് നിൽക്കണം. അത് വീഡിയോയിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഞാനിപ്പോ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ 21 നിങ്ങൾക്ക് വേണ്ടി ഞാൻ യൂട്യൂബിൽ ഇട്ട് തരാതെ 21 മിനിറ്റ് നേരം അത് മാത്രമായിട്ട് അവിടെ ഉണ്ടാവും. അത് മാത്രം പ്ലേ ചെയ്ത് അങ്ങനെ ഇരിക്കുക. ഓണാക്കിയിട്ട് സ്ക്രീൻ നോക്കിയിട്ട് അതേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടോ? പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു? ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ ആരായി കഴിഞ്ഞു ടൈപ്പ് ചെയ്തേ. യെസ് യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ആരായി കഴിഞ്ഞു? പിന്നെ പോരട്ടെ 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 പോരട്ടെ, ഒട്ടും കുറക്കണ്ട. കോടീശ്വരി തന്നെയാണ്, കോടീശ്വരൻ തന്നെയാണ്. അതിൽ കുറഞ്ഞ പരിപാടി നമുക്കില്ലല്ലോ, കോടികൾ തന്നെ നമ്മൾ എടുക്കുള്ളൂ. ഓ അത് തന്നെ. അപ്പൊ കോടീശ്വരന് പിന്നെ തിരക്കുണ്ടോ? കോടീശ്വരന്മാർക്ക് ഒരു തിരക്കുണ്ടോ? തിരക്കിട്ട് പോടേണ്ട ആവശ്യമുണ്ടോ? സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. കാരണം എന്താ? നമ്മൾ ഓൾറെഡി കോടീശ്വരനായി സമ്പന്നനായി, ഇനി ഒന്ന് നന്നായിട്ട് ഉറങ്ങി. ഇതുവരെയല്ലേ ഉറങ്ങാൻ പറ്റാതിരുന്നിട്ടു. എന്നിപ്പോ സമ്പത്ത് കയ്യിൽ വന്നു, സ്വസ്ഥമായി അത് കഴിഞ്ഞിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കോളുക. ഇത് എല്ലാ ദിവസവും ചെയ്യട്ടോ. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് കിച്ചണിൽ പോയിട്ടോ വേസ്റ്റ് കൊണ്ടുപോയി കളയാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആരായി മാറും? ആരായി മാറും നിങ്ങള്? കോടീശ്വരൻ പോയി കിച്ചണിൽ പണിയെടുക്കുവോ? കോടീശ്വരൻ പോയിട്ട് വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ നിൽക്കോ? അല്ലെങ്കിൽ പട്ടിയെ ഓടിക്കാനോ നാട്ടിനെ ഓടിക്കാനോ പോകും കോടീശ്വരൻ? പോവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്തോളൂ. അല്ലെങ്കിൽ കോടീശ്വരനാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞ് നന്നായിട്ട് നല്ല പട്ട് മെത്തയിലങ്ങ് കിടന്നുറങ്ങിക്കോ ധൈര്യപൂർവ്വം. മനസ്സിലായല്ലോ? കോടീശ്വരൻ ചെയ്യുന്ന പണികളേ ചെയ്യാവൂ. പിന്നെയുള്ള എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷോൾഡറൊക്കെ ഒന്ന് പൊങ്ങി, കൈയൊക്കെ പൊങ്ങി നടക്കല്ലേ. നടക്കുമ്പോ ഒന്ന് ചെസ്റ്റ് ഒക്കെ, കാരണം ഞാൻ ആൾറെഡി കോടീശ്വരനാണ്, അപ്പൊ നടത്തുന്ന അയ്യോ എന്ന് പറയൂ? ഇല്ല, അങ്ങനെ ആവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സ് കൊണ്ടുപോലും താഴോട്ടുള്ള എനർജി ആവരുത്. ഹൈ എനർജിയിൽ തന്നെ നിൽക്കണം. ഹൈ എനർജി നിൽക്കുന്നവർ എപ്പോഴും ഇങ്ങനെ വിരിഞ്ഞ് മാറിൽ തന്നെ നിൽക്കും. മറ്റവര് അയ്യോ എന്നെ അയ്യോ പത്തോ എന്ന് പറയും. ഇതാ വേണ്ട. നിങ്ങൾ ഓൾറെഡി കോടീശ്വരാണെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയണം. അത് ഉപയോഗിക്കാൻ അറിയുന്നവർക്കേ കാശ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. അത് ഹൈ എനർജിയായി മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സുഖമായിട്ട് കൊടുത്ത് എഴുതിക്കോളൂ എന്ന്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ആ സ്ക്രീൻ കാണിച്ചു തരാം, അഫർമേഷൻ കാണിച്ചു തരാം എന്താണ് എന്നുള്ളത്. എല്ലാവരും ഇപ്പൊ നോക്കി വെച്ചോളൂ. ഇത് യൂട്യൂബിൽ ഇട്ടുതരാം നിങ്ങൾക്ക് നാളെ. ലാസ്റ്റ് നിമിഷം ഇത് ചെയ്യുന്നതിലാണ് നിങ്ങളെ മിടുക്ക്. അത്രയും സമയം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിൽക്കണം. മ്യൂസിക് വേണ്ടവർക്ക് ജസ്റ്റ് മ്യൂസിക് ഇട്ടിട്ട് അത്രയും നേരം ഇരിക്കുന്നത് അത്രയും ഇരിക്കാം. അല്ലാത്തവർക്ക് ഇത് ഞാൻ നാളത്തെ യൂട്യൂബിൽ വീഡിയോയിൽ ഇട്ട് തരാം. മൈ തിങ് വിൽ ബി ഡൺ. വാക്ക് ഇങ്ങനെയാണ്, എഴുതി വെച്ചോളൂ. മൈ തിങ് വിൽ ബി ഡൺ. ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ വൃത്തത്തിന്റെ നടുവിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് കാണുന്നതെന്ന്. കണ്ണിങ്ങനെ അതിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. വളരെ ഇത്രയും സമയം കൃത്യമായിട്ട് ഇതിന് നോക്കി ഇരിക്കുക. ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ.